ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ പോകുന്ന ജമ്മു കാശ്മീരിലെ ചിനാബ് റെയിൽവേ ബ്രിഡ്ജിലേക്കാണ്. ബ്രിഡ്ജിന് താഴെ കൂടെ ഒഴുകുന്ന നദിയാണ് ചിനാബ് റിവർ. ഈ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്ന ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ്. ഇത് റിയാസി ജില്ലയിലുള്ള ഒരു ടണലാണ്. ഏകദേശം 500 മീറ്റർ നീളമുണ്ട് ഈ ടണലിന്. ഇപ്പോൾ ഇവിടെ നല്ല മഴയും കാറ്റും ഒക്കെയാണ്. ഇവിടെ മണിക്കൂറിൽ 260 കിലോമീറ്റർ സ്പീഡ് വരെ കാറ്റ് വീശുന്നതാണ്. മഴയായത് കാരണം വണ്ടി ഒതുക്കി വെച്ചിട്ട് റോഡിൻ്റെ സൈഡിൽ കുറച്ച് മുകളിലോട്ടുള്ള ഭാഗത്ത് മഴ നനയാതെ നിൽക്കുകയാണ്. ആകാശമെല്ലാം ഫുള്ള് ഇരുണ്ടാണ് കിടക്കുന്നത്. മഴയും കാറ്റും നന്നായിട്ട് വീശുന്നുണ്ട്. ഈ കാണുന്ന റോഡിലൂടെ അധികം വണ്ടികളോ അതുപോലെ ആൾക്കാരോ ഒന്നും കാണാൻ സാധിക്കത്തില്ല. ഹലോ ഗൈസ്, നല്ല മഴയുണ്ട്. ഇതാണ് വ്യൂ. അതിൻ്റെ ചിനാബ് റിവറാണ് താഴെ കൂടെ പോകുന്നത്. ഇതാണ് ഗൈസ് വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് റെയിൽവേ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് നെക്സ്റ്റ് മന്ത് ഓപ്പൺ ആവുമെന്നാണ് പറയുന്നത്. അതായത് ഡിസംബർ 2024. ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള റെയിൽവേ ലൈനാണ് ഇപ്പോൾ ഓപ്പൺ ആകാൻ പോകുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടാകുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് 359 മീറ്ററും ലെങ്ത് 1315 മീറ്ററുമാണ്. ഇതൊരു സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജാണ്. ഇത് -20 ഡിഗ്രി ടെമ്പറേച്ചർ തണുപ്പും അതുപോലെ 40 ഡിഗ്രി സെൽഷ്യസ് ചൂടും താങ്ങാനുള്ള ശേഷിയുണ്ട്. അതുപോലെ ഈ ബ്രിഡ്ജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഭൂമി കുലുക്കം ചെറുക്കാനുള്ള രീതിയിലാണ്. ഇടയ്ക്കൊക്കെ ഇവിടെ എർത്ത് ക്വേക്ക് ഉണ്ടാകുന്ന പ്രദേശമാണ്. ഈ താഴെ കൂടെ പോകുന്ന ചിനാബ് റിവർ പാകിസ്ഥാനിലോട്ടാണ് പോകുന്നത്. ബ്രിഡ്ജിൻ്റെ ഫൗണ്ടേഷന് 10,000 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് ആണ് വേണ്ടി വന്നത്. അതുപോലെ തന്നെ 28,000 ടണ്ണ് സ്റ്റീലും 2,000 ടണ്ണ് സിമൻറ്റുമാണ് ചിലവായത്. ട്രെയിൻ ലിങ്ക് ചെയ്യുന്നത് ജമ്മുവിൽ നിന്ന് ഉധംപൂറിലേക്കും ഉധംപൂരിൽ നിന്ന് ശ്രീനഗറിലേക്കും ശ്രീനഗറിൽ നിന്ന് ബാരാമുള്ളയിലേക്കുമാണ്. ബ്രിഡ്ജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ദിവസം 100 ട്രെയിനുകൾ ട്രാവൽ ചെയ്യുന്ന രീതിയിലാണ്. ഇതുവഴി 100 കിലോമീറ്റർ സ്പീഡിലൂടെ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാനാവും. ഇതിന് മൊത്തത്തിൽ 14,000 കോടി രൂപയാണ് ചിലവായത്. ബ്രിഡ്ജിൻ്റെ മുകളിൽ ഇപ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല. നല്ല കാറ്റാണ്. മണിക്കൂറിൽ 260 കിലോമീറ്റർ സ്പീഡിലുള്ള കാറ്റ് വരെ ഇതിന് താങ്ങാൻ കഴിയുന്നു. ഇതൊരു സിംഗിൾ ലൈൻ റെയിൽവേ പാതയാണ്. റെയിൽവേ പാളത്തിൻ്റെ 2 സൈഡിലും നല്ല വീതിയിലുള്ള പ്ലാറ്റ്ഫോമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ പാളം ഫുള്ള് സ്റ്റീലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുന്ന നല്ലൊരു വ്യൂ ആണ്. ട്രെയിൻ സർവീസ് സ്റ്റാർട്ടാകുന്നതോടെ ജമ്മു കാശ്മീർ ടൂറിസത്തിന് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഉണ്ടാകുന്നത്. ഇവിടെ വീശുന്ന കാറ്റിനെ പ്രതിരോധിക്കാനാണ് ബ്രിഡ്ജിൻ്റെ മുകളിൽ റോപ്പ് സിസ്റ്റം, ആൻറ്റി റോപ്പ് ക്ലൈംബിംഗ് സിസ്റ്റം. ഇതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ് അത് കെട്ടിയിട്ടുള്ളത്. 8 കോച്ചുള്ള മെമു ട്രെയിനാണ് ഇതുവഴി ട്രാവൽ ചെയ്യുന്നത്. ജമ്മു കാശ്മീരിലെ രാംബാൻ ഡിസ്ട്രിക്റ്റും റിയാസി ഡിസ്ട്രിക്റ്റുമാണ് ഈ റെയിൽവേ പാതയിലൂടെ കണക്റ്റ് ആകുന്നത്. ഈ ബ്രിഡ്ജിന് 120 ഇയേഴ്സാണ് ലൈഫ് സ്പാനായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ബ്രിഡ്ജ് സിംഗിൾ ട്രാക്കായിട്ട് നിർമ്മിച്ചിരിക്കുന്ന അതിൻ്റെ സ്റ്റെബിലിറ്റിക്കും അതുപോലെ സേഫ്റ്റിക്കും വേണ്ടിയാണ്. ഗൈസ്, ഈ കാണുന്നതാണ് ചിനാബ് റിവർ. ഇത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള റിവറാണ്. റിവറിൻ്റെ സൈഡിലൂടെ റോഡ് പോയിട്ടുണ്ട് ജമ്മുവിലേക്കും അതുപോലെ കിസ്തവാഡിലേക്കുള്ള. ഈ റോഡ് സ്ലൈഡിംഗ് ആയി ദിവസങ്ങളോളം ഈ റോഡൊക്കെ ബ്ലോക്ക് ആകാറുണ്ട്. നല്ല തണുപ്പും അടിയൊഴുക്കുമുള്ള നദിയാണിത്. റിവറിന് കുറച്ച് മുന്നിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റിൻ്റെ ഒരു ഡാമുണ്ട്. ഏകദേശം 605 മൈൽ അഥവാ 974 കിലോമീറ്ററാണ് ഈ റിവറിൻ്റെ നീളം. ഇതാണ് ഗൈസ് വേൾഡിലെ തന്നെ ഏറ്റവും ഹൈറ്റുള്ള ചിനാബ് റെയിൽവേ ബ്രിഡ്ജ്. കുറച്ച് മഴ കുറഞ്ഞെങ്കിലും നല്ല കാറ്റ് വീശുകയാണ്. നേരത്തെ പറഞ്ഞ നദിക്ക് കുറുകെയുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റിൻ്റെ ഡാം. ഇനിയും വ്യത്യസ്തമായ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.